എല്ലാവർക്കും നമസ്കാരം. സദൃശ്യവാക്യം 16:18 ഇങ്ങനെയാണ് പറയുന്നത്: നാശത്തിന് മുൻപേ ഗർഭം, താഴ്ചയ്ക്ക് മുൻപേ ഉന്നതഭാവം എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം എന്താണ് ഉന്നതഭാവം എന്ന് പറയുമ്പോൾ. എന്താണ് നമ്മൾക്ക് വലിയ വലിയ അല്ലേ, വലിയ ഭാവം, ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ഭാവം, അതിനെയാണ് ഉന്നത ഭാവം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഗർഭം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്നതിനൊന്നും വില കൊടുക്കത്തില്ല. ഞാൻ മറ്റുള്ളവരെ കഴിഞ്ഞും എന്താണ്ട് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ ഭയങ്കര മറുതലിപ്പോടെ, അതാണ് എക്സാക്റ്റ് വാക്ക്, ഭയങ്കര മറുതലിപ്പോടെ മുൻപോട്ട് പോകുന്നതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ തന്നിൽ തന്നെ അങ്ങ് ഭയങ്കര പ്രൗഡ്, അഹങ്കാരം വരും. അതായത് താൻ വലിയ സംഭവമാണെന്നുള്ള ഉന്നതഭാവം, അതിനോടനുബന്ധിച്ച് വരുന്നതാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ അഹങ്കാരം എപ്പോഴാണ് വരുന്നത്? അത് നാശത്തിന് മുൻപായിട്ട് വരുന്ന ഒരു സൈനാണ് ഈ അഹങ്കാരം എന്നാണ് വിശുദ്ധ ബൈബിള് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഉന്നതഭാവം എന്താണ്? വലിയ ഭാവം അല്ലേ, ഞാൻ വലിയ ഉന്നതത്തിലിരിക്കുന്ന ആളാണെന്നുള്ള ഭാവം വരുന്നത് എപ്പോഴാണ്? അത് വലിയൊരു താഴ്ച സംഭവിക്കുവാൻ പോകുന്നതിന് മുൻപെയാണ് ഈ രണ്ട് ഭാവങ്ങളും കടന്നു വരുന്നത് എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അത് സത്യമാണല്ലേ? കാരണം നമ്മളുടെ വിശുദ്ധ ബൈബിൾ എടുത്താൽ ബൈബിളിനകത്ത് വീണുപോയവരുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്തിനേറെ പറയുന്നു? ലൂസിഫറിനെ എടുത്താൽ ലൂസിഫറിനെ ദൈവം വെട്ടി താഴെ ഇട്ടത് എന്തിനായിരുന്നു? അവിടെയും അവൻ എന്ത് വന്നു? അഹങ്കാരം വന്നു അല്ലേ? ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ അതിനെ കഴിഞ്ഞ് മുകളിൽ തൻ്റെ സിംഹാസനം വെക്കണമെന്ന് ലൂസിഫർ വിചാരിച്ചു. എന്ന് വെച്ചാൽ ഉന്നത ഭാവം അവിടെ വന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എന്ത് ചെയ്തു? അവനെ വെട്ടി താഴെയിട്ടു. കാരണം അങ്ങനെയുള്ളവരെ എങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് അവനെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല. ഇനി ലോകക്കാരുടെ കാര്യം എടുത്താലും അങ്ങനെയൊക്കെ തന്നെ ഇത് നമ്മൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വെച്ചിരിക്കുന്നത് മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ മൊത്തത്തിലുള്ള ലോകക്കാരുടെ കാര്യം എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അഹങ്കാരവും ഉന്നത ഭാവവും വരുമ്പോൾ വിചാരിച്ചു ആ മനുഷ്യൻ്റെ വീഴ്ച തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓർക്കുക, ഇന്ന് നമ്മളുടെ മുൻപിൽ ഒരു MLA ഒരു ദയനീയമായ ഒരു പരാജയം നമ്മളുടെ മുൻപിലൊക്കെ ഇന്ന് കിടപ്പുണ്ട്. ആരുടെയാണ്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ MLA അല്ലേ? പുള്ളി എങ്ങനെ കത്തിക്കയറി വന്നതാണ്, എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ്സിൽ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു കേരളത്തിൽ അത്രയും നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു നേതാവില്ല. അത്രയും സ്പഷ്ടമായിട്ട്, അത്രയും വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെയൊക്കെ പുള്ളി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ചാനലിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടെങ്കിൽ പുള്ളിയെ തകർക്കുന്ന വിധത്തിൽ പുള്ളിയോട് എതിർത്ത് നിൽക്കാൻ ചാനൽ അവതാരകർക്ക് പോലും പറ്റാറില്ല. അത്രയും കത്തി കയറി നിന്ന ഒരു മനുഷ്യനായിരുന്നു. രാഷ്ട്രീയത്തിലെ നല്ല ഭാവി, എന്തിനേറെ പറയുന്നു, ഒരു മുഖ്യമന്ത്രി ആകുവാൻ വരെ ഭാവിയിൽ ചാൻസ് ഉണ്ട് എന്ന് നിരീക്ഷകരൊക്കെ വിലയിരുത്തിയ ഒരു വ്യക്തിയായിരുന്നു ആര്? ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൽ എന്താ പറ്റിയത്? പുള്ളിയുടെ ജീവിതത്തിൽ എന്ത് പറ്റി? ഈ വല്ലാത്ത ഒരു MLA സ്ഥാനം അല്ലെ, വല്ലാത്തൊരു ഉന്നത പദവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് എന്തുണ്ടായി? ഒരു ഉന്നത ഭാവവും അഹങ്കാരവും ഒക്കെ പുള്ളിയുടെ ഉള്ളിലോട്ട് വന്നു. അങ്ങനെ ഉള്ളിലോട്ട് വന്നപ്പോഴാണ് പുള്ളി എവിടെ തുടങ്ങിയത്? ഒരു സ്ത്രീ വിഷയത്തിൽ പുള്ളി വീഴുവാനായിട്ടിടയായി. കാരണം ഒരു സ്ത്രീ വിഷയമല്ല. ഇപ്പോൾ ഇവിടെ പുള്ളിക്ക് എതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു കല്യാണമൊക്കെ കഴിയാത്തൊരു ഒരു നല്ലൊരു പെൺകുട്ടി ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു സാധ്യത പോലും മുൻപിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയോട് ഞാൻ കല്യാണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞൊരു ഒത്തുതീർപ്പെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു. ഇത് അങ്ങനെയൊന്നുമുള്ള സാഹചര്യമല്ല. വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം വന്നത്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് പോലും പുള്ളിയുടെ മുൻപിൽ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയി പുള്ളിക്ക് ജാമ്യം കിട്ടിയെങ്കിൽ ആയി എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസ് പോലും പുള്ളിനെ എടുത്ത് പുറത്തു കളഞ്ഞു. അപ്പോൾ അത്രയും ഒരു ഉന്നതത്തിലെത്തിയ ഒരു വ്യക്തി, അതായത് ഉന്നത പദവിയിലെത്തി ഉന്നതമായിട്ട് ഹൈപ്പ് കൊടുത്ത് എല്ലാവരും കൂടെ ഒരു എന്താ പറയുക പൊക്കിക്കൊണ്ട് വന്ന ആ ഒരു മനുഷ്യൻ്റെ പതനം നമ്മളുടെ കൺമുൻപിൽ നമ്മൾ കാണുകയായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല അഹങ്കാരമുണ്ടായിരുന്നു. അപ്പോൾ ഈ അഹങ്കാരമൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഈ കേൾക്കുന്ന കഥകളൊക്കെ സത്യമാണ് എങ്കിൽ അഹങ്കാരമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനത്തെ കുരുക്കുകളിലൊക്കെ ചെന്ന് ചാടിയതല്ലേ? അല്ലാത്തവർക്ക് എന്തുണ്ടാകും? ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഒരു ഭയം ഒന്നും ഉണ്ടാകാതെ അദ്ദേഹം ഇങ്ങനത്തെ കുരുക്കിൽ അത് സത്യമാണെങ്കിൽ അദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉന്നത ഭാവവും അഹങ്കാരവും ഒക്കെ അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ആരാണ്? ഈ സദൃശ്യവാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ശലോമോൻ രാജാവാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ്. അപ്പോൾ ഈ ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തിലും എന്താ സംഭവിച്ചത്? ഇത് തന്നെയാണ് സംഭവിച്ചത്. അഹങ്കാരവും ഉന്നത ഭാവവും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിനെ കഴിഞ്ഞ് ജ്ഞാനമുള്ള ആരുമില്ല എന്നുള്ള അഹങ്കാരവും ഉന്നത ഭാവവും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിനെ ആരാ വീഴ്ത്തിക്കളഞ്ഞ്?
സ്ത്രീ വിഷയത്തിലാണ് പുള്ളി വീണുപോയത്. ഓർക്ക് ഈ അഹങ്കാരവും ഉന്നത ഭാവവും വന്നു കഴിയുമ്പോൾ ഇവരെ വീഴിക്കും. എവിടെയാ വീഴുന്നത്? സ്ത്രീ വിഷയത്തിലായിരിക്കും ഇവർ വീഴുന്നത്. അതവരുടെ പതനം തന്നെ ആയിരിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾക്ക് എന്തുണ്ട്? നമ്മൾക്ക് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ജീവിതം എടുത്താലും ഉണ്ട് അല്ലെ. രാഷ്ട്രീയക്കാരിൽ ഇതുപോലെ തകർന്നു പോയ ഒരു മനുഷ്യൻ അല്ലെ, വേറെ ഒന്നും പറയാനില്ല. ഭാവി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തകർന്നു പോയി എന്ന് മാത്രമേ ഇതിനകത്ത് പറയുവാനുള്ളൂ. അപ്പോൾ ഇത് നമ്മൾക്കൊക്കെ ഒരു പാഠമാണ്. എന്താണ്? നമ്മൾ ആത്മീയരാണെങ്കിലും അനാത്മീയരാണെങ്കിലും എന്തുണ്ടാകണം? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു എന്തുണ്ടാകണം? ഒരു താഴ്ന്ന മനോഭാവം, താഴ്മയുടെ ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകണം. ഇല്ല എങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പല ശുശ്രൂഷകന്മാരെ എടുത്തു നോക്കിക്കേ, അവരിന്ന് പലരും വീണു പോകുവാനുള്ള കാരണം എന്താണ്? അവരിലെ ഉന്നത ഭാവവും അഹങ്കാരവും തന്നെയാണ്. ദൈവം ചില കൃപകളും കൃപാവരങ്ങളും ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? അതിനെ ദുർവിനിയോഗം ചെയ്യും അല്ലെ. പിന്നെ ഇവരെന്താണ്? ദൈവാത്മാവിനെ ഒന്നും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. ഇവർ പിന്നെ സ്വന്തമായിട്ട് അങ്ങ് പ്രവചിക്കുവാനായിട്ട് തുടങ്ങും. ഏതെങ്കിലും അറിയപ്പെടുന്ന പ്രവാചകന്മാർ ദൈവം എന്നോട് പ്രത്യേകിച്ചൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം അവർ ദൈവം കൊടുത്തില്ലെങ്കിൽ പോലും അവർ സ്വന്തമായിട്ട് പ്രവചനങ്ങളങ്ങ് പറഞ്ഞു കളയും. കാരണം ഇതൊക്കെ എന്താണ്? അഹങ്കാരത്തിൻ്റെ ഉന്നത ഭാവത്തിൻ്റെ പരിണിത ഫലങ്ങളാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇന്നലെ ശോഭിച്ചവരൊക്കെ ഇന്ന് എന്താണ് വീണ് കിടക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. പലരും ഇന്ന് വീണ് കിടക്കുന്നത് അവരും അറിയുന്നില്ല, നാട്ടുകാരും അറിയുന്നില്ല. ഇന്നും അവരുടെ പുറകെ, ശുശ്രൂഷകന്മാരുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമ്മൾ വിചാരിച്ചു അന്നത്തെ അഗ്നി ഇന്നും അവരിൽ കത്തുന്നുണ്ട് എന്ന് വിചാരിച്ച് പലരുടെയും പുറകെ നമ്മൾ ഓടുകയാണ്. എന്നാൽ അവർ പലരും വീണ് കിടക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുക എന്താണ്? ഇത് നമ്മൾക്കെല്ലാം പാഠമാണ് അല്ലേ. ഓരോ അനുഭവങ്ങളും ഓരോരുത്തർക്ക് നമ്മൾക്കെല്ലാം ഒരു പാഠമാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് അല്ലേ, എന്തോരം ശുശ്രൂഷകന്മാരാ പെൺവിഷയത്തിൽ വീണു പോയിരിക്കുന്നത് അല്ലേ. പെൺവിഷയത്തിൽ വീണു പോയിട്ടുണ്ട്. എന്തിനാ വീണു പോയത്? അപ്പോൾ ഇവിടെയൊക്കെ ഇവർക്ക് ശ്രദ്ധയില്ല അല്ലേ. നമ്മുടെ ആത്മീയത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മഹനീയ പദവി എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിന് പകരം അങ്ങനെ ക്രമീകരിക്കാതെ പല കുരുക്കുകളിലും ചെന്ന് ചാടി എന്താ പറയുക, ജീവിതം തകർന്നു പോയ ഒരുപാട് ശുശ്രൂഷകന്മാർ നമ്മളുടെ മുൻപിലുണ്ട്. അതുപോലെ തന്നെയാണ് ലോകമനുഷ്യരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അവസ്ഥ എടുത്താൽ എന്താണ്? ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തങ്ങളുടെ പദവി, ഇപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പറ്റിയതും എന്തായിരുന്നു? ഇതൊക്കെ തന്നെയാണ് പറ്റിയത്. എന്താ പറ്റിയത്? അവൻ്റെ ജീവിതത്തിൽ അവനിൽ അർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ദൗത്യം, അവനൊരു MLA ആയിരുന്നു എന്നുള്ളൊരു ദൗത്യമൊക്കെ മറന്നുപോയിട്ട് പുള്ളി ഒരു സാധാരണ ലോക്കൽ പയ്യൻ കളിക്കുന്നത് പോലത്തെ കളി അങ്ങ് കളിച്ചു. അപ്പോൾ ഇങ്ങനെ അങ്ങ് കാട്ടി കയറി കിടന്നങ്ങ് കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് പറ്റിയത്? പുള്ളി അവിടെ അങ്ങ് വീണുപോയി. സ്ത്രീ വിഷയത്തിൽ തന്നെ പുള്ളി വീണുപോയി. അപ്പോൾ ഒന്നെന്താണ്? നമ്മളിരിക്കുന്ന, ഞാൻ പറയുന്നത് ആത്മീയരാണ് മനസ്സിലാക്കേണ്ടത്, അല്ലാത്തവരും കേൾക്കുന്നവരും മനസ്സിലാക്കിയാൽ അവരവർക്ക് കൊള്ളാം. ഓക്കെ. അപ്പോൾ ഒന്നെന്താണ്? നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്, ദൈവം നമ്മളെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പദവിക്കനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കുവാൻ തയ്യാറാകണം. അത് എന്തുകൊണ്ട് സൂക്ഷിക്കണം? ദൈവം നമ്മൾക്ക് ജ്ഞാനം തന്നിട്ടുണ്ട്, ബുദ്ധി തന്നിട്ടുണ്ട്, അറിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ തന്നെ സൂക്ഷിക്കുവാൻ തയ്യാറാകണം. ഒന്ന്. രണ്ടാമത് എന്താണ്? രണ്ടാമത് ദൈവം തന്നതാണ് എന്നുള്ളൊരു ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടായെങ്കിൽ എന്താണ്? നമ്മൾ ഉന്നത ഭാവം നമ്മളിലേക്ക് കടന്നു വരത്തില്ല, അഹങ്കാരം നമ്മളിലേക്ക് കടന്നു വരത്തില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുവാൻ തയ്യാറാകണം. അതിന് ഏറ്റവും താഴെയുള്ള ആത്മീയനാണെങ്കിലും ഏറ്റവും പൊക്കത്തിലുള്ള ആത്മീയനാണെങ്കിലും ഇതെന്താണ്? ഇത് ബാധകമാണ്, നമ്മൾക്കെല്ലാം ബാധകമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, അത് ആത്മീയനാകട്ടെ ഭൗതികനാകട്ടെ ആരുമാകട്ടെ, അഹങ്കാരം എന്ന് പറയുന്നത് നാശത്തിൻ്റെ മുന്നോടിയാണ്. അഹങ്കാരികളെല്ലാം ദൈവം പന പോലെ ചിതറിക്കുമെന്ന് വചനത്തിൽ പലയിടത്തും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അഹങ്കാരം ഒരിക്കലും ഒരു മനുഷ്യനിലും ഉണ്ടാക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഓർത്തോളം നമ്മളുടെ നാശവും അതിൻ്റെ പുറകെ വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എത്രമാത്രം നമ്മളുടെ അഹങ്കാരം ഉയർന്നിരിക്കുന്നു അത്രമാത്രം നമ്മളുടെ പതനവും ആഴത്തിലുള്ളതായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനോടൊക്കെ അദ്ദേഹമൊന്നും ഇത് കേൾക്കത്തൊന്നുമില്ല. എന്നാലും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികളും ആ ലെവലിൽ നിൽക്കുന്നവരൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഇനിയെങ്കിലും എന്താണ്? അഹങ്കാരത്തോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു താഴ്മയുടെ മനോഭാവം നമ്മൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ഉയർച്ച വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.